കഴിഞ്ഞ ദിവസം പാലായിൽ നിന്ന് എറണാകുളത്തേക്ക് ബസ്സിന് പോകുന്നവർക്ക് ഒരു കപ്പിളിരുന്ന് സംസാരിക്കുന്നു. കുഞ്ഞിനെ എന്താ കുളിപ്പിക്കാത്ത പല്ല് തേക്കാത്ത എന്നൊരു 100 ചോദ്യങ്ങൾ. ഇനി അഥവാ കുളിപ്പിക്കുമ്പോഴോ പല്ല് തേക്കുമ്പോഴോ കുഞ്ഞൊന്ന് കരഞ്ഞാൽ കുഞ്ഞെന്തിനാ കരയുന്നതെന്നും പറഞ്ഞായി. ദിവസത്തിൽ 24 മണിക്കൂറിൽ കുറഞ്ഞത് ഒരു 20 മണിക്കൂറെങ്കിലും അപ്പൻ്റെ അമ്മയുടെ കൂടെ ആയിരിക്കും, ഉറക്കം ഉൾപ്പെടെ. പോയിട്ട് ഇടപെട്ടൊരു 1-2 മണിക്കൂറിൽ നോക്കുന്നവരുടെ അവകാശവാദം, അവരാ കുഞ്ഞിന്റെ A to Z കാര്യങ്ങൾ നോക്കുന്നത്, എങ്ങനെയൊക്കെയായിരുന്നു ചർച്ച മുന്നോട്ട് പോയത്. ഈ കുഞ്ഞുങ്ങളുടെ ചുറ്റും നിന്ന് എല്ലാവരും ഇങ്ങനെ കുളിപ്പിക്കുക പല്ല് തേപ്പിക്കുന്നൊക്കെ പറയുന്ന സമയത്ത് അവരുടെ ഉള്ളിൽ ഒരു സൈക്കോളജിക്കൽ റിയാക്ടൻസ് ഉണ്ടാവും. അതായത് ഈ നിയന്ത്രണം കൂടുമ്പോൾ വരുന്ന ഒരുതരം എതിർപ്പ്. നമ്മൾ ഇപ്പോൾ തന്നെ ചെയ്യണമെന്ന് അവരോട് പറയുമ്പോൾ അവർ നമ്മളോട് പറയും ചെയ്തില്ലെങ്കിൽ അത് അവരുടെ ബ്രെയിൻ പറയുന്ന ബലം കൂടുമ്പോൾ റിജക്ഷനും കൂടും. ഇനിയിപ്പോൾ അവരെ പിടിച്ച് നിർബന്ധിച്ച് 2 അടിയൊക്കെ കൊടുത്ത് പല്ലൊക്കെ തെച്ച് കുളിപ്പിച്ചാലും ഒരുതരം കണ്ടീഷൻഡ് അവോയ്ഡൻസ് ആയിട്ട് അവരുടെ ഉള്ളിൽ തന്നെ അത് കിടക്കും. പഴയ നെഗറ്റീവ് അനുഭവം ബലമായിട്ട് പിടിച്ച് പല്ല് തേപ്പിച്ചതും കുളിപ്പിച്ചതും അല്ല, അതിങ്ങനെ ബ്രെയിൻ സ്റ്റോർ ചെയ്തിടും. വീണ്ടും സെയിം സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ബ്രെയിൻ അത് ഭീഷണിയായിട്ടാണ് അവർ സെൻസ് ചെയ്യുന്നത്. തൽഫലമായിട്ട് പിന്നീട് നമ്മൾ അവരോട് പല്ല് തേക്കാനും കുളിക്കാനൊക്കെ പറയുന്ന സമയത്ത് കഴിഞ്ഞതിന്റെ ഇരട്ടിയായിരിക്കും റിയാക്ഷൻ. പാവം കുഞ്ഞുങ്ങളല്ലേ എന്നും പറഞ്ഞ് പിള്ളേരെ കുളിപ്പിക്കണ്ട പല്ല് തേപ്പിക്കണ്ട എന്നൊന്നും അല്ല, ഒരു തഞ്ചത്തിലും നയത്തിലും ഒക്കെ ചെയ്താൽ അവരായിട്ട് നമ്മളോട് അങ്ങ് സഹകരിച്ചോളൂ. ഈ ബാഹ്യമായ ഇടപെടലുകളും ആവശ്യമില്ലാത്ത കമന്ററിയും ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം സ്മൂത്ത് ആയിട്ടൊക്കെ നടന്നോളൂ. അടയാളപ്പെടുത്തുക കാലമേ, നിങ്ങളിത് കാണുക, നിങ്ങളിത് കേൾക്കുക.